ഹലോ, ചുമ്മാ ഇങ്ങനെ റീൽസ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു സാധനമാണ് ഈ ഒരു മണി സേവർ. പറഞ്ഞാൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു മണി സേവറിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഇത്രയും നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്യാഷ് നമ്മുടെ കിട്ടും. അപ്പോൾ ആക്ച്വലി ഞാനത് ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 699 രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആക്ച്വലി ഒരു 700 ആവും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത്ര കാശ് മുടക്കി ഞാൻ മേടിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ 700 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യം ചെയ്തേനെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ DIY ചെയ്യുന്ന ക്രാഫ്റ്റേഴ്സ് അല്ലേ, അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് DIY ആയിട്ടുള്ള ഹോമിൽ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് 2 വശത്ത് സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ഇതേപോലത്തെ തന്നെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെലോ ടേപ്പ് വേണ്ടി യാതൊരു ആവശ്യമില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒത്തു വന്നൊരു പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 2 വശം ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്കിതിനൊന്ന് വൈറ്റ് പേപ്പർ കൊണ്ടോ ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ കൊണ്ടോ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് മൂടി കൊടുക്കാം. പിന്നെ അവിടെ ഞാനിങ്ങനെ കാണിക്കുന്നത് ഒരു വര ഇട്ട് കൊടുത്തിട്ട് നിങ്ങളിതാ ഇതേപോലെ ഒരു മണി ഒരു ക്യാഷ് കയറാനുള്ള ഒരു അതേപോലെ ഒരു ക്യാഷ് നമ്മൾ ഇടുന്ന് കയറാനുള്ള അത്ര ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ക്യാഷാണോ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾക്ക് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട അത്ര എമൗണ്ട് എഴുതി കൊടുക്കുക. ഞാനൊരു ആക്രമണത്തിന് 6000 രൂപയാണ് കേസ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ 6000 രൂപ എന്നൊന്നും. ഇപ്പം ഞാൻ ഒരു ബോർഡർ ഗ്ലിറ്ററിൻ്റെ ഒരു ഷീറ്റ് കൊണ്ട് എഴുതി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയൊന്നും ഗ്ലിറ്ററാണ് കേട്ടോ, ചെറിയൊരു മിനിക്ക് വരെ അടിക്കിരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് ഒട്ടിച്ചു കൊടുത്തത്. പക്ഷേ ഈ ഒരു പാർട്ടിലാണ് ഞാൻ ഡയറക്റ്റ്ലി എഴുതി കൊടുക്കുക, ഞാൻ ഒട്ടിക്കുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് ഒന്ന് ചെയ്യുക. കാരണം എനിക്ക് ആക്ച്വലി ഒട്ടും സമയമില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ജേർണലിങ് ചെയ്യാനുണ്ട്. പിന്നെ ജേർണലിങ് കഴിഞ്ഞാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇന്നൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. സോ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് പോണത്. അങ്ങനത്തെ ഇതേപോലെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ വിളിച്ചിട്ട് ആ അടിയിലുള്ള റെഡ് ലൈൻ എന്താണെന്ന്, ആ റെഡ് ലൈൻ ഒന്നും സിമ്പിളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് വന്നപ്പോൾ കൈ മുട്ടിയിട്ട് പിന്നെ വീണതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വെച്ചാൽ ഈ ഗോൾഡൻ കളറിന് ഒരു ബോർഡറിന്, ആ ബോർഡർ ഞാൻ തന്നെ വരച്ചതാണ്. ശരിക്കും എനിക്കത് കട്ട് ചെയ്തെടുക്കാനുള്ളത്. പക്ഷേ ഇച്ചിരി കട്ടി കൂടിപ്പോയി വരച്ചതിന്. സോ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മണി സേവറുടെ റെഡിയിട്ടുണ്ട്. പറഞ്ഞ് മണി സേവർ ഉണ്ടായി കഴിഞ്ഞ കേസ്. അതിന് നമുക്ക് എന്തൊക്കെ ഇടാനുള്ള കാശൊക്കെ എവിടെ നിന്നാന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വരിക. ഞാൻ എന്തെങ്കിലും ഇപ്പം നോട്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ചില്ലറയൊക്കെയാണ് എൻ്റെ പഴയ പാട്ടേന്ന് എടുത്തതാണ് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി അത് 60 റുപ്പീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 60 രൂപയുണ്ട് ഇപ്പോൾ ഇതിനകത്ത്. ആ ഒരു 60 രൂപ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇടുന്ന കാശനുസരിച്ച് വെട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.